ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ യൂട്യൂബേഴ്സ് ആയ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് നിങ്ങളുടെ ചാനലിൽ വ്യൂസ് വരുന്നില്ല എന്നുള്ളത്. ക്രിയേറ്ററായ നിങ്ങളിൽ എത്ര പേർക്കറിയാം നമ്മൾ എത്ര വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോസൊക്കെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ വൈറ്റി സ്റ്റുഡിയോയിൽ നമ്മുടെ ചാനലിൻ്റെ അനലിറ്റിക്സ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ട് ആ ഗ്രാഫ് കാണണം എന്നുണ്ടെങ്കിൽ അത് എത്ര വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഡീറ്റെയിൽസും അറിയാൻ കഴിയും. പല യൂട്യൂബേഴ്സും പെട്ടെന്ന് ഒരു ചാനൽ തുടങ്ങി അതിൽ 10-20 വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ 1-2 വീഡിയോസിന് വ്യൂസ് ലഭിക്കും, ബാക്കിയുള്ളതിന് വ്യൂസ് ലഭിക്കില്ല. പിന്നെ ടെൻഷനായി, ഡൗട്ട്സ് ആയി, അയ്യോ എൻ്റെ ചാനൽ ഞാൻ ശരിയായ രീതിയിലാണോ വീഡിയോസ് അപ്ലോഡ് ചെയ്തത്, അല്ലെങ്കിൽ വിചാരിക്കും ഞാൻ എൻ്റെ സെറ്റിങ്സ് ഒക്കെ എന്തെങ്കിലും മാറി കിടപ്പുണ്ടോ, ഇല്ലെങ്കിൽ ഞാൻ ഏത് ടൈമിലായിരിക്കും ഇനി അപ്ലോഡ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള പല ഡൗട്ട്സുകളാണ്. അങ്ങനെ ഡൗട്ട് കൊണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരും ഒത്തിരി പേരുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും മാറുന്നതാണ്. അതുപോലെ ഏത് ടൈമിലാണ് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത്, എത്ര വീഡിയോസ് അപ്ലോഡ് ചെയ്താലാണ് യൂട്യൂബ് നമ്മുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യുന്നത്, ആരൊക്കെയാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത്, ഏതൊക്കെ ടൈമിൽ അപ്ലോഡ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടുന്നത്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയ ഗ്രാഫ് നമുക്ക് എപ്പോഴാണ് കാണാൻ കഴിയുന്നത് എന്നുള്ള കാര്യമെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ പുതിയ യൂട്യൂബേഴ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കയറി കാണാത്ത ആൾക്കാർ ആ വീഡിയോസൊക്കെ കയറി കണ്ട് നിങ്ങളുടെ ചാനലിലും ആ മാറ്റങ്ങൾ വരുത്തി വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തുടക്കത്തിൽ തന്നെ നമ്മൾ പലരും ആഗ്രഹിക്കുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനൊക്കെ നല്ല വ്യൂസ് ഉണ്ടാകണം, നമ്മുടെ ചാനൽ എത്രയും പെട്ടെന്ന് റീച്ച് ആകണം എന്നൊക്കെയാണ്. പക്ഷെ അത് നടക്കാതെ വരുമ്പോഴാണ് നമ്മളിൽ പലർക്കും അതിൻ്റെ വിഷമം ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്കിവിടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് യൂട്യൂബിൻ്റെ ഹെൽപ്പ് സെൻറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും എന്തൊക്കെയാണ് യൂട്യൂബിൻ്റെ നിർദ്ദേശങ്ങളെന്നൊക്കെ. അപ്പോൾ എത്ര നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്താലാണ് നമുക്ക് യൂട്യൂബ് കൂടുതലായിട്ട് റെക്കമെൻഡേഷൻ തരുന്നത് എന്നൊക്കെ. അപ്പോൾ ഞാനിവിടെ സൈഡ് സ്ക്രീനിലൂടെ കാണിക്കാം. നമ്മുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് നമ്മുടെ യൂട്യൂബിൻ്റെ ഹെൽപ്പ് സെൻറ്റർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് യൂട്യൂബ് നമുക്ക് തരുന്നത് എന്നുള്ളത്. There are no specific requirements for the amount of video you need to upload to a new YouTube channel, but there are some things to consider. യൂട്യൂബ് പറയുന്നത് സ്പെസിഫിക് ആയിട്ട് പുതിയ ചാനലിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒന്നും ആവശ്യമില്ല, പക്ഷെ ചില കാര്യങ്ങൾ കൺസിഡർ ചെയ്യാറുണ്ട്. ആദ്യമായിട്ട് പറയുന്നത് നമ്മുടെ വീഡിയോയുടെ ലെങ്തിനെ പറ്റിയാണ്. അൺവെരിഫൈഡ് അക്കൗണ്ട്സ് ക്യാൻ ഓൺലി അപ്ലോഡ് വീഡിയോസ് അപ് ടു 15 minutes long, while verified account can upload videos up to 12 hours long. യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു അക്കൗണ്ട് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ അക്കൗണ്ട് നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 മിനിറ്റ് വരെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയും. ഇനി താഴെയായിട്ട് പറയുന്നത് ഫയൽ സൈസിനെ പറ്റിയാണ്. ദ മാക്സിമം ഫയൽ സൈസ് ഫോർ അപ്ലോഡ്സ് ഈസ് 256 GB. അതായത് മാക്സിമം നമുക്ക് 256 GB വരെയുള്ള ഫയൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനിയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കായ എത്ര വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലാണ് യൂട്യൂബ് നമ്മുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ സം റെക്കമെൻഡഡ് അപ്ലോഡിംഗ് 33 വീഡിയോസ് ടു എ ചാനൽ ബിഫോർ മേക്കിംഗ് ഡിസിഷൻ ബേസ്ഡ് ഓൺ അനലിറ്റിക്സ്. അതായത് പുതിയ ക്രിയേറ്റേഴ്സ് അവരുടെ വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് ചാനലിൻ്റെ അനലിറ്റിക്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കാര്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും അതിൽ നിന്ന് കാണാൻ കഴിയില്ല. അതായത് നമ്മുടെ വീഡിയോസ് ആരൊക്കെയാണ് കണ്ടത്, നമുക്ക് യൂട്യൂബ് റെക്കമെൻഡേഷൻ വഴി എത്ര വ്യൂസ് ലഭിച്ചു, അതുപോലെ ചാനൽ ഫീഡ് വഴി എത്ര വ്യൂസ് ലഭിച്ചു, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും പുതിയ ക്രിയേറ്റേഴ്സിന് കാണാൻ കഴിയില്ല. അങ്ങനെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ മിനിമം 33, അതായത് 33 വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കണം. ഇത് കഴിഞ്ഞാൽ മാത്രമേ യൂട്യൂബ് നമ്മുടെ വീഡിയോസ് ഒക്കെ റെക്കമെൻഡേഷൻ ചെയ്യുകയുള്ളൂ. അതുവഴി നമുക്ക് കൂടുതൽ വ്യൂസ് ലഭിക്കുകയും നമ്മുടെ ചാനൽ റീച്ച് ആവുകയൊക്കെ ചെയ്യുകയുള്ളൂ. ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ യൂട്യൂബ് വച്ചിരിക്കുന്നത് തന്നെ പുതിയ പല ആൾക്കാരും വന്ന് അവരുടെ ചാനലിൽ 10-15 വീഡിയോസ് അപ്ലോഡ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അവർ പറയും അവരുടെ ചാനലിൽ വ്യൂസ് ലഭിക്കുന്നില്ല, എൻ്റെ ചാനൽ റീച്ച് ആവുന്നില്ല, എന്നെ കൊണ്ട് ഇനി അതിന് കഴിയില്ല. അങ്ങനെയൊക്കെ യൂട്യൂബിനെയും കുറ്റം പറഞ്ഞ് പോകുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളൊരു നല്ല കണ്ടന്റ് സെലക്ട് ചെയ്ത് അതിന് എത്രത്തോളം നന്നായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം നന്നായിട്ട് അവതരിപ്പിച്ച് ഒരു വീഡിയോ തയ്യാറാക്കി വെച്ചതിന് ശേഷം ഒരു സമയക്രമം പാലിച്ച് നിങ്ങളുടെ ചാനലിൽ കണ്ടിന്യൂസ്
ആയിട്ട് ഇതുപോലെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനൽ യൂട്യൂബ് റെക്കമെൻഡേഷൻ ചെയ്യും. അതുവഴി നമുക്ക് കൂടുതൽ വ്യൂസ് ലഭിക്കുകയും ചാനൽ റീച്ചാക്കി എടുക്കുകയും സാധിക്കും. ഇതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാം. ആദ്യം ഒന്നാമത്തത് എന്ന് പറയുന്നത് പബ്ലിഷിംഗ് ഷെഡ്യൂൾ. സം റെക്കമെൻഡഡ് പബ്ലിഷിംഗ് 2 വീഡിയോസ് പെർ മന്ത് ടു യൂട്യൂബ് ആൻഡ് 2 or 3 വീഡിയോസ് പെർ വീക്ക് യുവർ യൂട്യൂബ് ഷോർട്സ്. ഇവിടെ പബ്ലിക് ഇൻ ഷെഡ്യൂളിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ ഒരു മാസത്തിൽ എത്ര വീഡിയോസ് അപ്ലോഡ് ചെയ്യണം, ഇല്ലെങ്കിൽ ഞാൻ ഒരാഴ്ചയിൽ എത്ര ഷോർട്സ് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ റെഗുലറായി വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ് എങ്കിൽ യൂട്യൂബ് തന്നെ ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു മാസത്തിൽ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. അതുപോലെ ഒരാഴ്ചയിൽ 2 or 3 ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റന്റ് ക്രിയേറ്റർ ആണ് എന്ന് നിങ്ങൾക്ക് യൂട്യൂബിന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ യൂട്യൂബ് റെക്കമെൻഡേഷൻ ചെയ്യും. അതുവഴി നമുക്ക് കൂടുതൽ വ്യൂസ് ലഭിക്കുകയും ചെയ്യും. ഇപ്പോൾ പല ക്രിയേറ്റേഴ്സും ചെയ്യുന്നത് ചിലപ്പോൾ ഒരു വീഡിയോ മാത്രം അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇല്ലെങ്കിൽ ഷോർട്സ് മാത്രം അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമുക്ക് റീച്ച് ആവണമെങ്കിൽ ഷോർട്സും വീഡിയോസും ഒരുപോലെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തത് എന്ന് പറയുന്നത് വീഡിയോ ലെങ്ത് ആൻഡ് ഫോർമാറ്റ്. Some say that the best length for a video depends on the type of content, but that video should be as long as they need to be as short as possible. ഇതിൽ പറയുന്നത് എങ്ങനെയെങ്കിലും നിങ്ങൾ ഒരു ലെങ്ത് ഉള്ള വീഡിയോ കാട്ടിക്കൂട്ടി അപ്ലോഡ് ചെയ്താൽ പോരാ, അതിൻ്റെ ഉള്ളടക്കം ഒരു ചെറിയ ടൈം പീരീഡിനുള്ളിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ നിങ്ങൾ വീഡിയോ തയ്യാറാക്കുക. അതുപോലെ നമ്മുടെ വ്യൂവേഴ്സിന് കാണുമ്പോൾ ഒരു ടൈം പീരീഡിനുള്ളിൽ തന്നെ നമ്മുടെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാനും കഴിയണം. അങ്ങനെയുള്ള രീതിയിൽ വേണം നിങ്ങൾ വീഡിയോ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂട്യൂബ് തന്നെ അവരുടെ ക്രിയേറ്റർ കമ്മ്യൂണിറ്റി ഗൈഡിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്ര നാളെ നമ്മൾ നമ്മുടെ ചാനലിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ നമ്മുടെ ചാനൽ റീച്ച് ചെയ്തെടുക്കാം. അതുപോലെ എത്ര വീഡിയോസ് മാക്സിമം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ അവർ യൂട്യൂബ് റെക്കമെൻഡേഷൻ ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ചാനലിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.